സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ. താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ. അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴികാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. അടിയങ്ങൾ ഇതാ ശ്രവിക്കുന്നു. 51 സങ്കീർത്തനം. ദൈവമേ കനിയണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും, എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. ദൈവജനമേ, സങ്കീർത്തനം 51 അധ്യായം പാപം ചെയ്തതിലുള്ള ദാവീദ് രാജാവിൻ്റെ ഹൃദയം നുറുങ്ങിയ അനുതാപത്തെ പ്രതിപാദിക്കുന്നു. ബത്ശേബയുമായുള്ള പാപവും പിന്നീട് അവളുടെ ഭർത്താവ് ഊറിയായെ കൊന്നതും അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു അലട്ടിക്കൊണ്ടിരുന്നു. സഹോദരങ്ങളെ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, മറ്റൊരു പാപത്തിലേക്ക് വഴി തെളിക്കുന്നതാണ് ലൗകികവും ജഡികവുമായ മോഹങ്ങൾ, ആസക്തികൾ. പ്രവാചകനായ നാഥാൻ ദാവീദിനെ നേരിട്ടപ്പോൾ താൻ ചെയ്ത തെറ്റുകൾ ദാവീദ് തിരിച്ചറിഞ്ഞു. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് കരുണയും പാപമോചനവും ആത്മാർത്ഥമായി അനുതപിച്ച് യാചിക്കുന്നതായി കാണുവാൻ നമുക്ക് സാധിക്കും. ദൈവജനമേ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്ന് വേദപുസ്തകം എത്രയോ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് സർപ്പത്തെ പോലെ ഓടി അകലുവാനാണ് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പാപസാഹചര്യങ്ങൾ ഒഴിവാക്കി വിശുദ്ധമായ ചിന്തയോടുകൂടി ജീവിക്കാം. നമുക്കിനിയും സമയമില്ല എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. 51 സങ്കീർത്തന ഭാഗം പാപത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ആത്മീയമായ നവീകരണത്തെയും പറ്റി സ്നേഹത്തോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വ്യക്തികളോടല്ല, അതിലുപരി ദൈവത്തോട് തന്നെയാണ് അനുസരണമില്ലാതെ പാപം ചെയ്തതെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. നിനക്കെതിരെ, നിന്നോട് മാത്രം ഞാൻ പാപം ചെയ്തു, നിന്റെ ദൃഷ്ടിയിൽ ഞാൻ തിന്മ ചെയ്തു എന്ന് ദാവീദ് വിലപിക്കുന്നു, അനുതപിക്കുന്നു. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലും വലിയ കരുണയിലുമാണ് ദാവീദിൻ്റെ ക്ഷമയ്ക്കായുള്ള അപേക്ഷ. സത്യസന്ധമായ ഏറ്റുപറച്ചിലും
തകർന്നതും താഴ്മയുള്ളതുമായ ഹൃദയവും ആന്തരികമായ മാറ്റത്തിനുള്ള ആഗ്രഹവുമാണ് യഥാർത്ഥ അനുതാപത്തിൽ ഉൾപ്പെടുന്നത്. അനുതപിക്കുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നില്ലേ? ഒരു നല്ല ഹൃദയവും ഉറച്ച മനസ്സും ദാവീദ് ആഗ്രഹിക്കുന്നു. തൻ്റെ പാപകരമായ വഴികളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിക്കാൻ ദാവീദ് തയ്യാറാണ്. പ്രിയ ദൈവജനമേ, നാം അനുസരിക്കുന്നുണ്ടോ നമ്മുടെ അപ്പനെ എന്ന് വിചിന്തനം ചെയ്യാം. 10 കൽപ്പനകളും പലവിധമായി നാം തെറ്റിക്കുകയല്ലേ, വാക്കാലും മനസ്സാലും പ്രവൃത്തിയാലും? വിശുദ്ധമായ ജീവിതത്തിന് ഉതകുന്നതാണോ ഇവയെന്ന് നമുക്ക് ചിന്തിക്കാം. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് ഇന്ന് തന്നെ. ഈ സങ്കീർത്തന ഭാഗത്തിൽ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ ആനുകാലിക പ്രസക്തിയുള്ളവയാണ്. തെറ്റായ പ്രവൃത്തികൾ കാരണം നാണക്കേടും കുറ്റബോധവും അനുഭവിക്കുന്നവർക്ക് ഇത് ഒരു മാതൃകയാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളോ പാപത്തിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളോ നേരിടുമ്പോൾ ഈ സങ്കീർത്തനം വിനയത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും ദൈവകൃപയുടെ മാറ്റത്തിൻ്റെ ശക്തിയുടെയും ആവശ്യം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്കും ക്ഷമയ്ക്കും അപ്പുറം ഒന്നുമില്ല എന്ന് ഈ വേദഭാഗം വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി പ്രത്യാശ നൽകുകയും വീണുപോയവരെ കൈക്ക് പിടിച്ച് സ്നേഹത്തോടെ പുനഃസ്ഥാപിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും നാം നിരന്തരം പരിശ്രമിക്കണം സഹോദരങ്ങളെ. പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ സങ്കീർത്തനം 51 അധ്യായം യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദാവീദിൻ്റെ ശുദ്ധീകരണത്തിനായുള്ള അപേക്ഷ സങ്കീർത്തനം 51:7 പഴയ നിയമത്തിലെ ശുദ്ധീകരണ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന കർമ്മങ്ങളുമായി ബന്ധമുണ്ട്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗബലിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവായ യേശു സ്വന്തം രക്തം ചൊരിഞ്ഞു. യേശുവിൻ്റെ രക്തം പാപങ്ങളിൽ നിന്ന് ക്ഷമയും മോചനവും നമുക്ക് വാങ്ങിത്തരുന്നു. പ്രിയ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ വ്യക്തിപരമായി എത്രമാത്രം കർത്താവിനെ എൻ്റെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും എന്നും വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയും ഇനിയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അടിയും തുപ്പും അവഹേളനവും അവർണ്ണനീയമായ പീഡനങ്ങളും ഏറ്റുവാങ്ങിയ എൻ്റെ കർത്താവിനെ ഞാൻ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് ഒരു വ്യക്തിയോട് ഏറ്റവും അടുത്ത് പുലർത്തേണ്ടുന്ന സ്നേഹബന്ധമല്ലേ ഞാൻ കർത്താവുമായിട്ട് ഉണ്ടാകേണ്ടത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നോട്ടത്തിലോ പ്രവൃത്തിയിലോ വാക്കിലോ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിക്കുമോ? ഒരിക്കലുമില്ല. വേദനിപ്പിച്ചാലും എത്ര വേദനിപ്പിച്ചാലും വീണ്ടും വീണ്ടും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ എനിക്കിനിയും വേദനിപ്പിക്കേണ്ട. നമുക്ക് തീരുമാനമെടുക്കാം ഇന്ന് തന്നെ. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി, നമ്മുടെ കർത്താവിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി ബാക്കിയെല്ലാം മാറ്റിവെച്ച് ജീവിക്കാം. നീ മാത്രം മതി എനിക്ക് എന്നെപ്പോഴും മനസ്സിൽ ഉറവിടാം. സങ്കീർത്തനം 51 വാക്യങ്ങൾ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി നിറവേറുന്നു. എൻ്റെ അകൃത്യം നന്നായി കഴുകി എൻ്റെ പാപം ശുദ്ധീകരിക്കണമേ എന്ന സങ്കീർത്തനം 51:2 വാക്യം യേശുവിൻ്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ലഭിച്ച പാപമോചനത്തിൽ പൂർണ്ണമായി നിറവേറുന്നു. ദൈവമേ, എന്നിൽ ഒരു ശുദ്ധമായ ഹൃദയം സൃഷ്ടിക്കുകയും എന്നിൽ ഒരു ഉറച്ച ആത്മാവിനെ പുതുക്കുകയും ചെയ്യണമേ എന്ന സങ്കീർത്തനം 50:10 വാക്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുതിയ ഹൃദയങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വാസവും ലഭിക്കുന്നു എന്നുള്ള പ്രത്യാശാപൂർണമായ വചനമാണ്. ഹോമയാഗത്തിൽ നീ പ്രസാദിക്കുന്നില്ല. എൻ്റെ യാഗം ദൈവമേ തകർന്ന മനസ്സാണ്. തകർന്നതും താഴ്മയുള്ളതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല എന്ന സങ്കീർത്തനം 51:16-17 വചനങ്ങൾ യേശുക്രിസ്തു എന്ന അന്തിമയാഗത്തിലൂടെ പാപമോചനം നമുക്ക് സാധ്യമാകുന്നതിൻ്റെ സംഭവ്യതയുടെ പൂർണ്ണതയെ കുറിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മുൻപ് ധ്യാനിച്ച സങ്കീർത്തന ഭാഗങ്ങൾ പോലെ തന്നെ 51 സങ്കീർത്തനവും കർത്താവിൻ്റെ 2ാം വരവിനായുള്ള ഒരുക്കത്തെ ആഹ്വാനം ചെയ്യുന്നു. പ്രതീക്ഷയോടും ജാഗ്രതയോടും ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ആഗ്രഹത്തോടും കൂടി ജീവിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അനുതപിക്കാം, തിരുത്താം, പാപങ്ങളേറ്റു പറഞ്ഞ് കുമ്പസാരിക്കാം, ശുദ്ധമായ ഹൃദയത്തോടെ ജീവിക്കാം, വിശ്വാസ ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങാം. നമ്മുടെ ദൗത്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുകയും ക്രിസ്തുവിനെ സേവിക്കാനും സുവിശേഷം പങ്കുവയ്ക്കുവാനും
നമ്മുടെ താലന്തുകളും കഴിവുകളും ഉപയോഗിക്കുകയും ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം പ്രതിപാദിക്കുന്ന 10 കന്യകമാരുടെ ഉപമ നിരന്തരമായ ഒരുക്കത്തിൻ്റെ ആവശ്യം എടുത്തു കാണിക്കുന്നു. അലസരാകരുതെന്നും ലോകപരമായ കാര്യങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിൽ മുഴുകി നമ്മുടെ ദിശാബോധം നഷ്ടപ്പെടുത്തരുതെന്നും സ്നേഹപൂർവ്വമുള്ള ഓർമ്മിപ്പിക്കൽ കൂടിയാണ് സങ്കീർത്തനം 51-ാം അധ്യായം. ആത്മാർത്ഥമായ അനുതാപത്തിലും ഭക്തിയുള്ള ആരാധനയിലും ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശുശ്രൂഷയിലും ജീവിക്കുക എന്നതാണ് അവിടുത്തെ മഹത്വമേറിയ തിരിച്ചുവരവിനായി ഒരുങ്ങിയിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. സഹോദരങ്ങളെ, ദൈവം കാണിച്ചു തരുന്ന വഴിയിൽ കൂടി മാത്രം നമുക്ക് സഞ്ചരിക്കാം. ദൈവജനമേ, യാത്ര ബുദ്ധിമുട്ടുള്ളത് തന്നെയാകും, എങ്കിലും നമ്മുടെ കൈക്ക് കർത്താവ് പിടിച്ചിട്ടുണ്ട്. യോഹന്നാൻ 8:12 വായിക്കുന്നത് പോലെ, കർത്താവായ വെളിച്ചം നമ്മുടെ ഇരുട്ടിനെ മാറ്റി നമുക്ക് വഴി തെളിക്കും നിത്യമായ ജീവിതത്തിലേക്ക്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണാമയനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല, അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ. ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം വിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ. നാഥ, ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അവിടുത്തെ പുത്രൻ്റെ 2ാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവേ. കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.